التمسك بالأثر نجاه. സുആലു റാബിഉ വസമാനുൻ 84ാമത്തെ ചോദ്യം. അക്മിലിൽ ഹദീസ്, ഒരു ഹദീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യൂ. എന്താണ് ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിൻ്റെ അടയാളം 3 എണ്ണമാണ്. മുനാഫിക്കിൻ്റെ അടയാളം 3 എണ്ണമാണ്. എന്നിട്ട് ഒന്നാമത്തെ അടയാളം ചോദ്യത്തിൽ കൊടുത്തിട്ട് ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. അതിനുശേഷമുള്ള പൂരിപ്പിക്കാൻ എൻ്റെ ഉത്തരം എന്താ? ജവാബ് വഇദാ വഅദ അഖ്ലഫ, വാക്ക് പറഞ്ഞാൽ തെറ്റിക്കും. വഇദ തുമിന ഖാന, അവനൊരു കാര്യത്തിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവനതിൽ വിശ്വാസവഞ്ചന കാണിക്കും. ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കാം. ഇതിൻ്റെ അർത്ഥം ഈ 3 കാര്യങ്ങളേ ഉള്ളൂ എന്നല്ല കേട്ടോ, മറിച്ച് പല വിഷയങ്ങളുണ്ട്, വേറെയും പല കാര്യങ്ങൾ നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊരിക്കലും നമ്മളിൽ ഈ നിഫാഖിൻ്റെ അടയാളങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നിഫാഖിൻ്റെ അടയാളങ്ങൾ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഖൽബിലേക്ക് നിഫാഖ് വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് നിഫാഖ് വരിക ആദ്യം. എന്നുവെച്ചാൽ ഈ നിഫാഖ്, ഈ ചെറിയ നിഫാഖിൻ്റെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നിഫാഖിനെ എത്തിക്കുകയും അങ്ങനെ നമ്മൾ നരകത്തിൽ ശാശ്വതനാകുന്ന, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വീണു പോകുന്ന പരിപൂർണമായൊരു മുനാഫിക്കായി തീരുകയും ചെയ്യും. അതിന് നമ്മൾ ഒരിക്കലും വഴിവെക്കരുത്, നമ്മൾ അതിലേക്ക് പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ അടയാളങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തെ അടയാളം കളവ് പറയുക എന്നുള്ളതാണ്. പച്ചയായ കളവ് പറയാം. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനേക്കാളും വെറുപ്പുണ്ടായിരുന്ന മറ്റൊരു സ്വഭാവം വേറില്ല. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ അങ്ങനെ വളർത്തണം. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു മോശത്തരം ചെയ്തു എന്ന് വിചാരിക്കാം. ആ മോശത്തരം അവർ അതിന് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി കളവ് പറയുന്നത് നമ്മൾ കൈയോടെ പിടികൂടിക്കഴിഞ്ഞാൽ ആ മക്കൾക്ക് ബോധ്യപ്പെടണം, അവരാ മോശത്തരം ചെയ്തതിനേക്കാൾ നമുക്ക് അവരോട് വെറുപ്പുണ്ടാകുന്നത് അവർ ഈ കളവ് പറഞ്ഞതുകൊണ്ടാണ് എന്ന് മക്കൾക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട് ബോധ്യപ്പെടണം. അതേപോലെ തന്നെ രണ്ടാമത്തേത് വൈദാ വഅദ അഖ്ലഫ, ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാതെ വിട്ടുപോവുക, അല്ലെങ്കിൽ കഴിവിന് പരമാവധി ശ്രമിച്ചിട്ടും സാധിക്കാതാവുക, അതൊക്കെ സ്വാഭാവികമാണ്, മാനുഷികമായി പറ്റുന്നതാണ്. അതല്ലാതെ മനഃപൂർവ്വം ഒരു പ്രയാസമില്ലാതെ നമ്മളത് ലംഘിക്കുക എന്നുള്ളത് അതും മുനാഫിക്കിൻ്റെ അടയാളമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യം. മൂന്നാമത്തത് വിശ്വസിച്ചേൽപ്പിക്കപ്പെടുകയാണ്. നമ്മളുടെ കയ്യിലൊരാൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാർത്ത അറിയിക്കുകയാണ്, അതൊരു രഹസ്യമാണ്, വേറെ ആരും പറയരുതെന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് തന്ന് ഏൽപ്പിക്കുകയാണ്, ഞാനൊരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്, ഇത് നിൻ്റെ കയ്യിൽ വെക്കണം, ഞാൻ തിരിച്ചു വന്നിട്ട് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ നമ്മളെ ഒരാൾ വിശ്വസിച്ചിട്ട് നമുക്കൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും അവനോട് വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. ഒരിക്കലും. അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മുസ്ലിം അല്ലെങ്കിൽ പോലും അങ്ങനെ പാടില്ല. പല ആളുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾക്കെതിരെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഈ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഈ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നത്, നമുക്ക് ഇവരെ തിരിച്ചാക്രമിച്ചുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പലതരത്തിൽ പല ആളുകൾ ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പല ആളുകളും വൈകാരികമായി ഇടപെടാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തഖുൻ മൻ ഖാനക്, നിന്നോട് വിശ്വാസവഞ്ചന കാണിക്കുന്നവനോട് നീ വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. അതാ ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റിയാണ്. ഇങ്ങോട്ട് വിശ്വാസവഞ്ചന കാണിച്ചാൽ പോലും അല്ല, ഇങ്ങോട്ട് സംരക്ഷണം തരാം, എങ്ങോട്ട് ആക്രമിക്കൂല എന്നൊക്കെ പറഞ്ഞ് വാക്ക് തന്ന ആളുകൾ ഇങ്ങോട്ട് വിശ്വാസവഞ്ചന കാണിച്ചാൽ പോലും നമ്മൾ തിരിച്ചങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് തക്കം കിട്ടുമ്പോൾ, ചാൻസ് കിട്ടുമ്പോൾ അങ്ങോട്ട് അതുപോലെ അതിക്രമം പ്രവർത്തിക്കാൻ നമുക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് അടയാളങ്ങൾ പല പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ധാരാളം കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്. മുനാഫിക്കുകളുടെ അടയാളങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ
ഒരുപാട് അടയാളങ്ങൾ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്നത് ഈ അടയാളങ്ങളൊന്നും നമ്മളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുനാഫിക്കുകളുടെ ഒരു അടയാളം പോലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ശിഷ്യന്മാർ സ്വഹാബത്ത് അവരിൽ പലരും പറയുന്നതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, മാ ഖാഫൽ നിഫാഖ ഇല്ലാ മുഅ്മിനുൻ. പരിപൂർണമായ ഈമാനുള്ള ഒരാളല്ലാതെ നിഫാഖിനെ ഭയപ്പെടൂല. വല അമിനഹു ഇല്ലാ മുനാഫിഖുൻ. മുനാഫിഖല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിഫാഖ് വരുമോ എന്നതിനെപ്പറ്റി നിർഭയനാവുകയുമില്ല. എന്നുവെച്ചാൽ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ നിഫാഖ്, ഇതൊക്കെ നിഫാഖിനെ പറ്റി എന്നോടത്ത് എന്തിനാ പറയുന്നത്, ഞാനൊക്കെ ഈമാനുള്ള ഒരാളല്ലേ, എന്നൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല എന്നൊരു നിർഭയത്വം ഒരാൾക്ക് അവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ്റെ ഈമാന് വളരെ കാര്യമായ തകരാറുണ്ടെന്ന് അർത്ഥം. നല്ല ഈമാനുള്ള ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ നിഫാഖ് വന്ന് ഭവിച്ചേക്കുമോ എന്ന പേടി നല്ലോണം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേടി നമ്മളിൽ വേണ്ടതുണ്ട്. റബ്ബിനോട് നല്ലോണം ദുആ ചെയ്യുക, നിഫാഖ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടാൻ ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം ഇത്തരം അടയാളങ്ങൾ ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട മുനാഫിക്കുകളുടെ അടയാളങ്ങൾ അത് ധാരാളം നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ മാഊനിൽ പോലും ഉണ്ട്, അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ. ആ സൂറത്തിൽ മുഴുവൻ മുനാഫിക്കുകളെ പറ്റിയിട്ടാണ് പറയാം. അങ്ങനെ ധാരാളം സൂറത്തുകളിലും ആയത്തുകളിൽ അതുപോലെ തന്നെ ഹദീസുകളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നുപോലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അത് നിഫാഖാണെങ്കിലും ഷിർക്കാണെങ്കിലും കുഫറാണെങ്കിലും മറ്റെന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ആ വൃത്തികേടുകളിൽ നിന്നെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ഏറ്റവും നല്ല ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം എന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഹൃദയവുമായി റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുകയും അങ്ങനെ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.